Welcome, dear students. പൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നൗ ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ആശയങ്ങൾ നമ്മൾ ഇനി പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഒന്നാമതായിട്ട് ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. വൈഗോട്സ്കി കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ വൈഗോട്സ്കി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ലേണേഴ്സ് എപ്പോഴും നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അവൻ സൊസൈറ്റിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിലൂടെയാണ്. മോർ നോളജബിൾ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിലൂടെയാണ്, ഇൻറ്ററാക്ഷൻസിലൂടെയാണ് ലേണേഴ്സ് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. സോ വാട്ട് ഈസ് ദിസ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്? It is the distance between what the child can do independently and what the child can do with assistance from adults or peers. അതായത് താഴെ കാണുന്ന ഇവിടെ സൈഡിൽ കാണുന്ന പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ യെല്ലോ പോർഷനിൽ കൊടുത്തിട്ടുള്ളതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട് വാട്ട് ദ സ്റ്റുഡൻറ്റ് ക്യാൻ ഡു ഇൻഡിപെൻഡൻ്റ്ലി. കുട്ടിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. ഏകദേശം കുട്ടിയുടെ പ്രായം അതാണെന്ന് വിചാരിക്കുക. അപ്പോൾ 5ാം ക്ലാസ് വരെ കുട്ടി പഠിച്ചിട്ടുള്ള, കുട്ടി നേടിയിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല അറിവുകളും ഈ ഒരു പ്രായത്തിൽ കുട്ടിയുടെ കൈവശമുണ്ട്. അങ്ങനെയാണ് കുട്ടി ഇനി 6ാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത്. സോ ഇവിടെ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന കുട്ടിക്ക് ടീച്ചർ ഒരു മാത്തമാറ്റിക്സിൽ ഒരു എക്സാം ഇടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടിക്ക് കുട്ടിയുടെ നിലവിലുള്ള അറിവ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എക്സാം ടീച്ചർ കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിൽ നിന്നും ടീച്ചർക്ക് മനസ്സിലാവും വാട്ട് ദ സ്റ്റുഡൻറ്റ് ക്യാൻ ഡു ഇൻഡിപെൻഡൻ്റ്ലി. കുട്ടിക്ക് സ്വന്തമായി എന്ത് ചെയ്യാൻ സാധിക്കും, കുട്ടിക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ കഴിവുകൾ ഇവിടെയുണ്ട്, എന്തൊക്കെ മാത്തമാറ്റിക്കൽ അഡീഷൻ ആകാം, സബ്ട്രാക്ഷൻ ആകാം, എന്തൊക്കെ മാത്തമാറ്റിക്കൽ അതർ ഓപ്പറേഷൻസ് കുട്ടിക്ക് അറിയാം എന്നുള്ളതെല്ലാം അതിൽ നിന്നും ടീച്ചർ അസിസ്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ദ സ്റ്റുഡൻറ്റ് ക്യാൻ ഡു ഇൻഡിപെൻഡൻ്റ്ലി. കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണ്, അതാണ് വാട്ട് ദ സ്റ്റുഡൻറ്റ് ക്യാൻ ഡു ഇൻഡിപെൻഡൻ്റ്ലി. ദെൻ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ വീണ്ടും ഒരു പിങ്കിഷ് കളറിൽ കൊടുത്തിട്ടുണ്ട് വാട്ട് ദ സ്റ്റുഡൻറ്റ് ക്യാൻ ഡു വിത്ത് അസിസ്റ്റൻസ്. അതായത് ഇവിടെ താഴെ കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞത് എന്താണെന്ന് കാണിച്ചു. അതിന് മുകളിൽ കുട്ടിക്ക് ഒരു ടീച്ചറുടെ അസിസ്റ്റൻസോട് കൂടി അല്ലെങ്കിൽ ഒരു പാരൻറ്റിൻ്റെ അസിസ്റ്റൻസോട് കൂടി എന്ത് കുട്ടിക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അതിനെയാണ് നമ്മൾ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. നമുക്ക് ഓരോന്നും പറയാൻ ഇത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാട്ട് ദ ചൈൽഡ് ക്യാൻ ഡു ഇൻഡിപെൻഡൻ്റ്ലി, കുട്ടിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ആൻഡ് വാട്ട് ദ ചൈൽഡ് ക്യാൻ ഡു വിത്ത് അസിസ്റ്റൻസ് ഫ്രം അഡൾട്ട്സ്, മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു ദൂരമാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള അന്തരത്തെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു സോണാണ് യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളത്. യെസ്, ഇനി നമുക്കത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ ഇൻസൈഡ് ഉള്ള ഒരു സർക്കിളിലാണ് കൊടുത്തിട്ടുള്ളത് വാട്ട് ദ ചൈൽഡ് ക്യാൻ ഡു ഇൻഡിപെൻഡൻ്റ്ലി. കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സെൻറ്ററിലുള്ള സർക്കിളിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ വാട്ട് ക്യാൻ ഡു ഇഫ് ഗൈഡഡ്. കുട്ടിക്ക് ഗൈഡൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. ദെൻ ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അതും വാട്ട് ക്യാൻ ഡു ഇഫ് ഗൈഡഡ്, ഗൈഡൻസോട് കൂടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നതും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ഭാഗം കൂടി ഉണ്ട്,
that the student can't do even with ഗൈഡൻസ് ഉണ്ടെങ്കിലും കുട്ടിക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഏരിയ ഉണ്ട്. സോ ആ ഒരു ഏരിയ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിൽ കടന്നു വരാത്ത ഒരു ഏരിയ ആണ്. ദാറ്റ് ഈസ് ദ ഔട്ടർ സർക്കിൾ. അവിടെ കുട്ടിക്ക് ഗൈഡൻസ് ഉണ്ടെങ്കിലും കുട്ടിക്ക് അത് എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കില്ല. അത് കുട്ടിയുടെ ഒരു ഏജ് അത് ആയിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കാം, അവൻ്റെ ഒരു പ്രായമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അത് കുട്ടിക്ക് ഗൈഡൻസ് ഉണ്ടെങ്കിലും അവൻ അച്ചീവ് ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ്. സോ അത് ആണ് ഫൈനൽ സർക്കിളായിട്ട് കൊടുത്തിട്ടുള്ളത്. യെസ്. നൗ ഇനി നമ്മൾ രണ്ട് ടെർമിനോളജീസ് ഇതിനിടയിൽ കണ്ടു. ഒന്ന് ദ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ LAD. വാട്ട് ഈസ് LAD? It is the cognitive development has occurred until now which he called the child's actual developmental level. അതായത് ഇപ്പോൾ കുട്ടിയുടെ ലെവൽ എന്താണ്, ഇപ്പോൾ കുട്ടിയുടെ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എവിടം വരെയാണ്, അതിനെയാണ് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഇപ്പോൾ കുട്ടി നിൽക്കുന്ന അവസ്ഥ എന്താണ്, അതിനെയാണ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. വിച്ച് ഇൻഡിക്കേറ്റ്സ് വാട്ട് ദ ചൈൽഡ് ക്യാൻ ഡു ഇൻഡിപെൻഡൻ്റ്ലി. കുട്ടിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ലെവലിൽ കാണുന്നത്. ഇത് നമുക്ക് ടെസ്റ്റുകൾ നടത്താം. ട്രഡീഷണൽ ഇൻ്റലിജൻസ് ടെസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകളായിരിക്കാം. ഇതെല്ലാം നടത്തിക്കൊണ്ട് കുട്ടിയുടെ ഇപ്പോഴത്തെ നിലവാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള പരീക്ഷകൾ ടീച്ചർ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കുട്ടിക്ക് എന്തറിയാം എന്ന് മനസ്സിലാക്കാം. സോ LAD എന്ന് പറയുന്നത് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. ദെൻ അനദർ ടെർമിനോളജി ഈസ് LPD, ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. കുട്ടിക്ക് ഇപ്പോൾ എന്തറിയും എന്നുള്ളതല്ല, മറിച്ച് കുട്ടിക്ക് എവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കും, എത്ര പൊട്ടൻഷ്യൽ അവനെ വളരാനായിട്ട് സാധിക്കും. എങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് മറ്റൊരാളുടെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, കുട്ടിക്ക് ഒരു ടീച്ചറുടെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഒരു എക്സ്പേർട്ടിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, പാരൻസിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒക്കെയും കുട്ടിക്ക് എവിടം വരെ എത്താനായിട്ട് സാധിക്കും, എന്തുമാത്രം പൊട്ടൻഷ്യലിൽ എത്താനായിട്ട് സാധിക്കും ഈ ഒരു ഏജിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ. So the level of potential development which indicates what a child can do with some assistance from adults or expert or peers. അവൻ്റെ ചുറ്റുമുള്ളവരിൽ നിന്നും, അവൻ്റെ അതൊരു പക്ഷേ നല്ല അഡൾട്ട് ആകാം, അല്ലെങ്കിൽ എക്സ്പേർട്ട് പിയേഴ്സ് ആകാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആകാം, അവരിൽ നിന്നെല്ലാം ഒരു അസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ കുട്ടിക്ക് എവിടെ വരെ എത്താനായിട്ട് സാധിക്കും. ദ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇതിനെയാണ് നമ്മൾ LPD എന്ന് വിളിക്കുക, ദ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. And this is the child's potential or ability to learn when offered some guidance or support by adults or peers. അപ്പോൾ ഇതാണ് കുട്ടിയുടെ പൊട്ടൻഷ്യൽ ലെവൽ. ഈ ഒരു ലെവൽ വരെ കുട്ടിക്ക് എത്താനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് LPD. ഇനി ഇതിന് മുകളിലേക്ക് കുട്ടിക്ക് അവന് അസിസ്റ്റൻസ് കിട്ടിയാലും എത്താനായിട്ട് സാധിക്കില്ല. അതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് സർക്കിളിൽ കണ്ടത്. അപ്പോൾ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിന് മുകളിലേക്ക് കുട്ടിക്ക് എത്ര അസിസ്റ്റൻസ് കിട്ടിയാലും അവൻ്റെ ആ ഒരു പ്രായവും അവൻ്റെ ആ ഒരു വളർച്ചയും അനുസരിച്ച് അവന് എത്തിപ്പെടാൻ സാധിക്കാത്തതാണ് അതിന് മുകളിലുള്ളത്. സോ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടിക്ക് വിത്ത് അസിസ്റ്റൻസ്, വിത്ത് സം അസിസ്റ്റൻസ് ഫ്രം അഡൾട്ട്സ് ഓർ എക്സ്പേർട്സ് ഓർ പിയേഴ്സ് അവന് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ LPD എന്ന് പറയുന്നത്. സോ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ LAD ആൻഡ് LPD. LAD ആണ് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് LPD ആണ് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. This is what the student can do independently, and here what the student can do with assistance. So the distance between LAD and LPD is known as zone of proximal development. നോ നമ്മൾ നേരത്തെ പറഞ്ഞു MKO, അതായത് മോർ നോളജബിൾ അതർ. മോർ നോളജബിൾ അതർ ആണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട അഡൾട്ട്സ്, അല്ലെങ്കിൽ എക്സ്പേർട്ട് പിയേഴ്സ്. അവൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് അറിയാവുന്നവരെയാണ് MKO എന്നുള്ളത് കൊണ്ട് വൈഗോട്സ്കി വിളിച്ചത് MKO, മോർ നോളജബിൾ അതർ. മോർ നോളജബിൾ അതർ എന്ന് പറയുന്നത് they are someone who has a higher level of ability or greater understanding than the learner regarding a particular task, process or concept.
ഒരു പ്രത്യേകം ഒരു ടാസ്ക് ആകാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആകാം, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആകാം, അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയെയാണ് MKO എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കുക്കിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കുക്കിങ്ങിൽ അമ്മ എന്ന് പറയുന്നത് ഒരു മോർ നോളജബിൾ അതറാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മീൻ കറി വെക്കുന്നത്, എങ്ങനെയാണ് മീൻ കഴുകുന്നത്, അതിനെ നന്നാക്കുന്നത്, അതിൽ എങ്ങനെയൊക്കെയാണ് ഏത് സമയത്താണ് കടുകിടുന്നത്, എപ്പോഴാണ് ഉലുവ ഇടുന്നത്, എങ്ങനെയാണ് ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത്, എപ്പോഴാണ് മീൻ ഇടുന്നത്, എത്ര സമയമാണ് മീൻ വേവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്നുള്ള പ്രോസസ്സുകളെല്ലാം കുട്ടി പഠിക്കുന്നത് അത് അമ്മ ചെയ്യുന്നത് കണ്ട് പഠിക്കാം അല്ലേ, അമ്മയോട് ചോദിച്ച് പഠിക്കാം. സോ അതൊരു സോഷ്യൽ ഇൻറ്ററാക്ഷനിലൂടെ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. സോ ഇവിടെ മോർ നോളജബിൾ അതർ എന്ന് പറയുന്നത് അമ്മയാണ്. കുക്കിങ്ങിൽ എക്സ്പെർട്ടായിട്ടുള്ള അമ്മയാകാം, അല്ലെങ്കിൽ ആൻറ്റിമാരാകാം, ആരാണോ നന്നായിട്ട് ചെയ്യുന്നവർ അവരാകാം. ഇനി ഒരു ഡ്രൈവിംഗ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വീട്ടിലെ ഏതെങ്കിലും ചേട്ടന്മാരാകാം, അല്ലെങ്കിൽ പാരൻസ് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോച്ചായിരിക്കാം. സോ ഇവർ അവിടെ ഒരു മോർ നോളജബിൾ അതറായിട്ട് ആക്ട് ചെയ്യുകയാണ്. So whoever it is who has a higher level of ability or greater understanding than the learner, ആ ഒരു പെർട്ടിക്കുലർ ടാസ്കിനെ കുറിച്ച് ലേണറിനുള്ളതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആരാണെങ്കിലും അവരാണ് ദ മോർ നോളജബിൾ അതർ. അതൊരു പക്ഷേ അവൻ്റെ ചുറ്റുപാടുമുള്ളവരായിരിക്കാം, എക്സ്പേർട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ പിയേഴ്സ് ആയിരിക്കാം, സിബ്ലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെക്നോളജി ആൻഡ് ടൂൾസ് ആയിരിക്കാം. ഇതെല്ലാം മോർ നോളജബിൾ അതറായിട്ട് വരും. സോ മോർ നോളജബിൾ അതർ എല്ലാം ZPDയിലാണ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആക്ട് ചെയ്യുക. ZPDയിലാണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിലാണ് മോർ നോളജബിൾ അതർ ആക്ട് ചെയ്യുന്നത്. ദെൻ very important process which is explained by Vygotsky is scaffolding. സ്കഫോൾഡിങ് അല്ലെങ്കിൽ കൈത്താങ്ങൽ എന്ന് പറയും. സ്കഫോൾഡിങ് എന്താണ്? സ്കഫോൾഡിങ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് എക്സ്റ്റേണൽ സപ്പോർട്ട് ഫോർ ലേണിംഗ് ന്യൂ നോളജ് വിതിൻ ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുത്ത് ലേണറിനെ പുതിയൊരു നോളജ് അക്വയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രാജുവലി വിത്ഡ്രോയിങ് ദ സപ്പോർട്ട് ആസ് ദ ചൈൽഡ് ലേൺസ്. ഇവിടെ സ്കഫോൾഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത വൈഗോട്സ്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ലേണർ കാര്യങ്ങൾ പഠിക്കുന്നതനുസരിച്ച്, ലേണർ ഒരു ടാസ്കിൽ എക്സൽ ചെയ്യുന്നതനുസരിച്ച്, ലേണർ ഒരു പ്രത്യേക ഒരു കോമ്പീറ്റൻസിയിൽ എക്സൽ ചെയ്യുന്നതനുസരിച്ച്, അതിൻ്റെ ഒരു ലെവൽ കൂടുന്നതനുസരിച്ച് ഈ മോർ നോളജബിൾ അതർ അല്ലെങ്കിൽ ആരാണോ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, അവർ പതിയെ ആ സപ്പോർട്ട് വിത്ഡ്രോ ചെയ്യണം. അങ്ങനെ കുട്ടി എക്സ്പേർട്ട് ആവുന്നതോടുകൂടി അവർ കംപ്ലീറ്റ് ആയിട്ടും സപ്പോർട്ട് വിത്ഡ്രോ ചെയ്തുകൊണ്ട് വരണം എന്നുള്ളത് വൈഗോട്സ്കിയുടെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. സോ സ്കഫോൾഡിങ് ഒക്കേഴ്സ് വിതിൻ ദ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിന് ഉള്ളിലാണ് എപ്പോഴും സ്കഫോൾഡിങ് നടക്കുക. ഇനി സ്കഫോൾഡിങ് നടക്കേണ്ട ആക്ടിവിറ്റികൾ എന്ന് പറയുന്നത് വിച്ച് ദ ചൈൽഡ് ഈസ് ഏബിൾ ടു ഡു വിത്ത് ഹെൽപ്പ് ബട്ട് നോട്ട് ഇൻഡിപെൻഡൻ്റ്ലി. അവന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലല്ല സ്കഫോൾഡിങ് നടക്കേണ്ടത്, പക്ഷേ അവന് അവൻ്റെ മോർ നോളജബിൾ അതറുമായിട്ട് ചേർന്ന് അവന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിലായിരിക്കണം സ്കഫോൾഡിങ് നടക്കേണ്ടത്. Then it is not provided for those activities which the child can do well or which the child is not able to do at all even with support. അതായത് ഇവിടെ കുട്ടിക്ക് അവന് സപ്പോർട്ട് ഉണ്ടെങ്കിലും ചെയ്യാൻ സാധിക്കാത്ത ചില ആക്ടിവിറ്റീസ് ഉണ്ട്. അതാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കാണിച്ചത്. വാട്ട് ദ സ്റ്റുഡൻറ്റ് കാൺ ഡു ഈവൻ വിത്ത് അസിസ്റ്റൻസ്, അതായത് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ. അപ്പം ഈ ലെവലിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും സ്കഫോൾഡിങ്ങിനായിട്ട് ഉപയോഗിക്കരുത്. അതായത് അസിസ്റ്റൻസ് ഉണ്ടെങ്കിലും കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയാണത്. അപ്പോൾ ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചും കുട്ടിയുടെ കഴിവുകളനുസരിച്ചും അവിടെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും, അല്ലെങ്കിൽ അത്രയും ഉയർന്ന രീതിയിലുള്ള
ആക്ടിവിറ്റീസ് ആകട്ടെ, ടാസ്കുകളാവട്ടെ കുട്ടിക്ക് സ്കഫോൾഡിങ്ങിൽ കൊടുക്കാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ് മറ്റൊരാശയം. Then the amount of assistance provided to the child is gradually reduced as the child learns. നേരത്തെ പറഞ്ഞതാണ്, അതായത് എന്തുമാത്രം അസിസ്റ്റൻസ് കുട്ടിക്ക് കൊടുക്കാം എന്നുള്ളത്, അത് പതിയെ പതിയെ ആ അസിസ്റ്റൻസിൻ്റെ അളവ് കുറച്ചുകൊണ്ടേയിരിക്കണം കുട്ടി പഠിക്കുന്നതനുസരിച്ച്. So the responsibility for performance of the task is handed over completely to the child as the child masters the task. കുട്ടി ആ ഒരു ടാസ്കിൽ, ആ ഒരു ആക്ടിവിറ്റിയിൽ, ആ ഒരു കോൺസെപ്റ്റിൽ, ആ ഒരു പ്രോസസ്സിൽ കുട്ടി എക്സൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്യുമ്പോൾ ആ കംപ്ലീറ്റ് ആയിട്ടും ആ ഫെസിലിറ്റേറ്ററിൻ്റെ റോള് അല്ലെങ്കിൽ ആ ഒരു സ്കഫോൾഡറുടെ റോള് കംപ്ലീറ്റ് ആയിട്ടും പിൻവലിക്കണം എന്നുള്ളതാണ് സ്കഫോൾഡിങ്ങിൽ പറയുക. അപ്പോൾ സ്കഫോൾഡിങ്ങിൽ കുട്ടിയെ പതിയെ പതിയെ ചെയ്യാൻ ശീലിപ്പിക്കണം. അപ്പോൾ കുട്ടി പതിയെ പതിയെ ചെയ്തു വരുന്നതനുസരിച്ച് ഫെസിലിറ്റേറ്റർ പതിയെ പതിയെ ഗ്രാജുവലി ആ ഒരു സപ്പോർട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയായിരിക്കണം സ്കഫോൾഡിങ്ങിൻ്റെ ഒരു നേച്ചർ എന്നുള്ളതാണ് വൈഗോട്സ്കി പറഞ്ഞു വയ്ക്കുക. സോ സ്കഫോൾഡിങ്ങും വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് വൈഗോട്സ്കി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തത്. സോ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ദെൻ മോർ നോളജബിൾ അതർ ആൻഡ് സ്കഫോൾഡിങ്. ഇത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലെ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഓക്കെ, താങ്ക് യു.